ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാലിക്കറ്റ് ഫുഡ് ഗാലറി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ പിസ്സയാണിത്. ഈ പിസ്സ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. പിസ്സ ഉണ്ടാക്കുമ്പോൾ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതവിടെ നീക്കി വെക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് എടുക്കാം. ഇനി ഈ ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടേബിൾ സ്പൂണിൻ്റെ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ഇടുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്. ഇനി ഇതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാണ്, തണുത്ത വെള്ളമല്ല, എന്നാൽ നന്നായിട്ട് തിളക്കുന്ന വെള്ളമല്ല, ചെറിയൊരു ചൂടുള്ള വെള്ളം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായി വരണം. പഞ്ചസാരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ മൈദയുടെ ബൗൾ ഇങ്ങോട്ടേക്ക് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഈ മൈദയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളം ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വരണം. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പാകത്തിനാണുള്ളത്. ഇത് മൈദയാണല്ലോ, അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കയ്യിൽ ഒലീവ് ഓയിലാണ് ആക്കി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഈ പിസ്സയുടെ ഡോ ചപ്പാത്തി മാവിൻ്റെ പാകത്തിനല്ല ഉണ്ടാവുക, കുറച്ചുകൂടി ലൂസായിട്ടാണ് ഉണ്ടാവുക. എന്നാലും ഓവറായിട്ട് ലൂസായിട്ടുമല്ല. കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് ഉണ്ടാവുക, കുറച്ച് സ്റ്റിക്കി ആയിട്ട്. ചപ്പാത്തി മാവ് കുറച്ചുകൂടി ഒരു ഡ്രൈ ആയിട്ടല്ലേ ഉണ്ടാവുക, ആ പാകത്തിനല്ല ഇത് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് ഡ്രൈ ആണെങ്കിൽ ഇതിലേക്ക് കുറച്ച് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഇതിൻ്റെ മാവ് വേണ്ടത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിരിക്കണം. അത്രയും നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിൻ്റെ അടിയിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഈ മാവ് ഈ ബൗളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതൊരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ മൂടി വെക്കാം. ഇനി ഇത് 4 മുതൽ 6 മണിക്കൂർ വരെ പൊങ്ങാൻ വേണ്ടി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ നീക്കി വെക്കാം. ഇനി പിസ്സയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും പൊട്ടറ്റോവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇതാ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ടിലും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ രണ്ടിലും ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള് അത്രയും മതിയാകും. ഇനി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ രണ്ടിലും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ല എങ്കിൽ സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം, പക്ഷേ ഇത്രയും ചേർക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിവിടെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലേക്കാണ് ഞാൻ വെക്കുന്നത്. അപ്പോഴേക്ക് ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വരും. ഇനി ചിക്കൻ ചെയ്തെടുത്തതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ
നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ ചിക്കനും പൊട്ടറ്റോയും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ വെള്ളം തിളക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ തക്കാളിയുടെ തൊലി പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് 3 തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെക്കാം. ഇനി ഈ തക്കാളി ഒന്ന് ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലി റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഫുള്ളായിട്ട് ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് ആയി വരുന്ന സമയത്ത് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റിയിട്ട് ഒരു കിച്ചൺ ടിഷ്യൂലേക്കോ ഒരു സ്ട്രെയിനറിലേക്കോ മാറ്റി കൊടുക്കാം. ഇനി ഈ ബാക്കി വന്നിട്ടുള്ള ഓയിൽ തന്നെയാണ് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേറെ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. അങ്ങനെ പൊട്ടറ്റോ ഇപ്പോൾ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ പൊട്ടറ്റോ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഫ്രോസൺ കോൺ എടുത്തിട്ടുണ്ട്. അതും ഈ ബാക്കി വന്നിട്ടുള്ള ഓയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതും ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാന് തന്നെ വീണ്ടും സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ ഒലീവ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഈ സവാളയൊന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റാം. ഉള്ളി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റാം. ഇതിപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 3 ടൈപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പച്ചയും മഞ്ഞയും ചുവപ്പും എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇത്രയും എടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു കളർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. 2 എണ്ണം ഉണ്ടെങ്കിൽ അത്രയും എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് ഇതിവിടെ മൂടി വെക്കാം. ഇതിപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ഫ്ലേവറൊക്കെയുള്ള പിസ്സ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചീസും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസ് ഇതിലേക്കൊന്ന് മെൽട്ടായി വന്നാൽ ഇത് റെഡിയാവും. ചീസൊക്കെ ഇപ്പോൾ മെൽട്ടായി ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് പിസ്സയുടെ ടോപ്പിങ്സ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള മൊസറല്ല ചീസ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒറിഗാനോ എടുത്തിട്ടുണ്ട്, പിന്നെ 3 ടൈപ്പ് ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള സോസാണിത്, പിസ്സ സോസ്. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കോണാണ്, ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോണ്. അതുപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും പൊട്ടറ്റോ ആണിത്. അപ്പോൾ അതുകൂടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് എന്തായി എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ കുഴച്ച് വെച്ചിട്ട് 4 മണിക്കൂറാണ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലേക്ക് അല്പം ഒലീവ് ഓയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലോ ആക്കി കൊടുക്കാം, സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇതിപ്പോൾ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി പിസ്സയുടെ ബേസ് ആയിട്ട് ഞാനിവിടെ ഈ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള സ്റ്റീൽ പ്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഒരു പാൻ എടുക്കാം, അതുപോലെ എന്തെങ്കിലും എടുക്കാം ബേസ് ആയിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മാവ് ഈ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. പിസ്സയുടെ സൈസിൽ പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം. പിസ്സയുടെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് അറ്റത്ത് മാത്രം ഇതുപോലെ ഒന്നങ്ങ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കുത്തിക്കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും കുത്തിക്കൊടുക്കണം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിസ്സ വന്ന് കഴിയുമ്പോൾ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുത്തിക്കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊങ്ങി വരുമല്ലോ, പക്ഷേ പിസ്സ അങ്ങനെ പൊങ്ങിയിട്ടല്ലല്ലോ ഉണ്ടാവാറ്. അപ്പോൾ ഇതുപോലെ കുത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരില്ല. അപ്പോൾ എല്ലായിടത്തും കുത്തിക്കൊടുക്കാം. പിന്നെ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് തിക്കായിട്ട് പരത്തിയെടുക്കുകയും ചെയ്യരുത്, പിന്നെ ഓവറായിട്ട് തിന്നായിട്ടും പരത്തിയെടുക്കരുത്. സാധാരണ പിസ്സ കണ്ടിട്ടില്ല, അതുപോലെ ഒരു മീഡിയം സൈസിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള പിസ്സ സോസ് ഇതിന് മുകളിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും അല്ല, സൈഡിലേക്ക് ആക്കണ്ട, ഈ നടുവിലേക്ക് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് വിതറി കൊടുക്കാം. ചീസ് ചേർക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നത് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇതും ചേർക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ഇതിന് മുകളിലേക്ക് ചേർക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പൊട്ടറ്റോ കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോണ് ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. ഫസ്റ്റ് പച്ച ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ ചുവന്ന ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇൻഗ്രീഡിയൻസ് പറയുന്ന കൂട്ടത്തിൽ ഒലീവ് പറയാൻ എന്നോട് വിട്ടുപോയതാണ്, അപ്പോൾ അതുകൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ ഒലീവ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി വിതറിക്കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഒന്ന് വിതറിക്കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിന് മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് വിതറിക്കൊടുക്കാം. ഇനി പിസ്സ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു തട്ട് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ഒന്ന് ചൂടായതിന് ശേഷം ഞാനിത് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. വെന്ത് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലുള്ള ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ നിന്ന് മെല്ലെ പുറത്തേക്കെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ പിസ്സ ഇപ്പോൾ ഇവിടെ ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പിസ്സ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കൂടെയുള്ള ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി എന്തായാലും ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.